ഓക്കെ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? റെസ്പോണ്ട് ചെയ്യണേ. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സാൻമാർക്ക വികാസം എന്നിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ മോറൽ ഡെവലപ്മെന്റ്സ് എന്നുള്ള ഒരു ആശയം ഈ ലോറൻസ് കോൾബർഗ് കൊണ്ടുവന്നത് ഹെയ്ൻസ് ഡിലമ എന്നൊരു കഥയിലൂടെയാണ്. അദ്ദേഹം അതിലൂടെയാണ് ആ ഒരു ആശയത്തിലൂടെ, ആ ഒരു കഥയിലൂടെയാണ് മോറൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ആശയം ഉരുത്തിരിഞ്ഞത്. ഈ ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ്. ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെന്റും ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെന്റ്സും. നിങ്ങളെല്ലാവരും പഠിച്ചതായിരിക്കും ഇതെല്ലാം. ഹെയ്ൻസ് ഡിലമ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ നിങ്ങൾ എല്ലാവർക്കും അറിയാവോ? ഓക്കെ, ജസ്റ്റ് ഞാനത് കുറച്ച് പെട്ടെന്ന് ചുരുക്കി അങ്ങ് പറയാം കേട്ടോ. അപ്പം ഹെയ്ൻസ് ഡിലമ അല്ലെങ്കിൽ ഹെയ്ൻസിന്റെ പ്രതിസന്ധി എന്നാണ് ഈ കഥ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ ഈ ഒരു കഥയെ ഒരു 3 പാർട്ടായിട്ട് തിരിച്ചിട്ട് ഓരോ പാർട്ടിലും ഓരോ ക്വസ്റ്റ്യൻസ് വീതം കോൾബർഗ് കുറച്ച് കുട്ടികളോട് ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ പാർട്ടിൽ നിർത്തിയിട്ട് ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുന്നതാണ് ഈ ഹെയ്ൻസ് ഡിലമ എന്ന് പറയുന്ന ഒരു കഥ. അതായത് ഹെയ്ൻസ് എന്ന് പേരുള്ള ഒരാള് അയാളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ച് മരണാസന്നയായിട്ട് കിടക്കുകയാണ്. അപ്പം ഈ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ട് മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോഴും ഒരു യുവ ഡോക്ടർ എന്ത് ചെയ്തു, ഈ ക്യാൻസർ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചു. അതിന് എന്താണ്, നല്ല വിലമതിക്കുന്ന ഒരു മരുന്നായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള മരുന്ന് എന്ന് വെച്ചാൽ. അങ്ങനെ ഹെയ്ൻസ് തന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലരോടും പണം ചോദിച്ചു. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പണം ഹെയ്ൻസിന് കിട്ടിയില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഹെയ്ൻസിന്റെ ഭാര്യയെ രക്ഷിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ മൊത്തം. അങ്ങനെ ഇയാള് എന്ത് ചെയ്തു, ഡോക്ടറിനോട് തന്നെ ചോദിച്ചു, എനിക്ക് കുറച്ച് വില കുറച്ച് തരുമോ, അല്ലെങ്കിൽ എനിക്ക് മരുന്ന് തരും, എന്റെ ഭാര്യയെ രക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു, ഡോക്ടർ അത് കേട്ടില്ല, അംഗീകരിച്ചില്ല. കാരണം അദ്ദേഹം അത് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച ഒരു മരുന്നാണ്. അപ്പൊ അവിടെ വെച്ച് ആ കഥയെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കോൾബർഗ് കുട്ടികളോട് ചോദിക്കാണ്, ഹെയ്ൻസ് മരുന്ന് മോഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ട്, മോഷ്ടിക്കാൻ പാടില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് കുട്ടികളിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നു, മോഷ്ടിക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടം കുട്ടികളും മോഷ്ടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കുട്ടികളും ക്ലാസ്സിൽ വന്നു. അതായത് മോഷ്ടിക്കാം എന്ന് പറയുന്ന കുട്ടികൾ പറയുന്നു അവരുടെ ഭാര്യയ്ക്ക് ഒട്ടും വയ്യ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മോഷ്ടിക്കുന്നതിൽ തെറ്റില്ല എന്നും, മോഷണം എന്തുകൊണ്ടും തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, അത് ഏതൊരു സിറ്റുവേഷനിൽ ചെയ്താലും തെറ്റാണ് എന്ന് സമ്പാദിക്കുന്ന മറ്റൊരു കൂട്ടരും കോൾബർഗിന് കാണാൻ കഴിഞ്ഞു. അപ്പൊ 2 രീതിയിൽ ചിന്തിച്ച കുട്ടികളെയാണ് കോൾബർഗിന് കാണാൻ സാധിച്ചത്. പിന്നെയും കഥ സ്റ്റാർട്ട് ചെയ്യാണ്. മരുന്ന് മോഷ്ടിച്ച് അടുത്ത ദിവസം പത്രങ്ങളിൽ വരികയും മരുന്ന് മോഷ്ടിച്ച് അടുത്ത ദിവസം പത്രങ്ങളിൽ വരികയും ചെയ്തു അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഹെയ്ൻസിന്റെ സുഹൃത്തായ ബ്രൗൺ എന്ന പോലീസ് ഓഫീസർ തലേ ദിവസം ഹെയ്ൻസിനെ പരീക്ഷണ ശാലയില് സംശയാസ്പദമായിട്ട് കണ്ടിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടും കഥ സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്രൗൺ കണ്ട കാര്യം അദ്ദേഹത്തിന്റെ ഉന്നതധാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുവോ, അല്ലെങ്കിൽ ചെയ്യത്തില്ലെങ്കിൽ എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ് ബ്രൗൺ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അത് പറയുമായിരിക്കുമോ, അല്ലെങ്കിൽ അത് പറയത്തില്ലായിരിക്കുമോ എന്ന് നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെയും കഥ കണ്ടിന്യൂ ചെയ്തിട്ട് ബ്രൗണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഹെയ്ൻസ് പിടിക്കപ്പെടുന്നു, കോടതിയെ ഹാജരാക്കുകയും ചെയ്തു. കുറ്റം തെളിഞ്ഞാല് 2 വർഷത്തെ തടവ് ശിക്ഷ ഹെയ്ൻസിന് ലഭിക്കും. അപ്പം കുറ്റക്കാരനാണെന്നും അദ്ദേഹത്തിനെ കണ്ടെത്തി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, തടവ് ശിക്ഷ വിധിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ വേണമെങ്കിൽ എന്തുകൊണ്ട്?
അല്ലെങ്കിൽ വേണ്ട എങ്കിൽ എന്തുകൊണ്ട്, ജഡ്ജ് ചെയ്ത് ശരിയാണോ, ഇങ്ങനെയൊക്കെ. അങ്ങനെ കോൾബർഗ് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾ രണ്ട് രീതിയിലും ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാല് ഈ കഥ കേൾക്കുമ്പം ഓരോ കുട്ടികൾക്കും ഉണ്ടാകുന്ന ചിന്തയും അവരുടെ സാൻമാർഗിക വികാസവും വ്യത്യസ്ത രീതിയിലാണ് ഈ കഥയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായത്. അത് ഈ ഒരു കഥയിലൂടെ അദ്ദേഹം അത് എന്ത് ചെയ്തു, സാൻമാർഗിക വികാസത്തെ 3 തലമായിട്ടും ആ ഓരോന്നിനെയും വീണ്ടും 2 ഘട്ടങ്ങളായിട്ടും വിഭജിച്ചു. അതിൽ മൊത്തത്തിൽ എത്ര 6 ഘട്ടങ്ങൾ കോൾബർഗ് നിർദ്ദേശിച്ചു. ഈ 6 ഘട്ടങ്ങളാണ് നമുക്ക് എന്ത് നൈതിക വികാസം, അല്ലെ കോൾബർഗിന്റെ നൈതിക വികാസം, സാൻമാർഗിക വികാസം എന്ന പേരിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോൾബർഗിന്റെ സാൻമാർഗിക നൈതിക വികാസ ഘട്ടങ്ങള്. അപ്പൊ ഇതിനകത്ത് മൊത്തത്തില് 3 തലങ്ങളാണുള്ളത്. ഒന്ന് പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടം. സാർ 3 തലങ്ങളാണ് മൊത്തത്തിലുള്ളത്. പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടം, അതായത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. 2 യഥാസ്ഥിത സദാചാര ഘട്ടം, അത് കൺവെൻഷണൽ മൊറാലിറ്റി. യഥാസ്ഥാനന്തര സദാചാര ഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഇതിന് വേറെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാല് എന്താണ്, വ്യവസ്ഥാപിത പൂർവ്വതലം. അതായത് പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടത്തിനെ വ്യവസ്ഥാപിത പൂർവ്വതലം എന്നും, യഥാസ്ഥിക സദാചാര ഘട്ടം കൺവെൻഷണൽ മൊറാലിറ്റിയെ പറയുന്നു വ്യവസ്ഥാപിത തലമെന്നും, യഥാസ്ഥികാനന്തര സദാചാര ഘട്ടത്തിനെ ഒരു മിനിറ്റ്, വ്യവസ്ഥാപിതാനന്തര തലമെന്നും പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നതിനകത്ത് വീണ്ടും 2 തലങ്ങളായിട്ട് 2 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ശിക്ഷണവും അനുസരണയും, അതായത് പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ്. രണ്ടാമത്തത് പ്രായോഗികമായ ആപേക്ഷികത്വം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസം എന്ന് പറയുന്നത്. അങ്ങനെ 2 രീതിയിലായിട്ട് അദ്ദേഹം അതിനെ പിന്നെയും തിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞത്, അതിനകത്ത് പ്രായം പറയുന്നില്ല. എന്നാൽ 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ് ഈ 2 ഘട്ടം, അതായത് പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന അതിന്റെ ഒരു വയസ്സായിട്ട് കണക്കാക്കപ്പെടുന്നത് 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ് കേട്ടോ. അപ്പം 4 വയസ്സത്തിന്റെ തുടക്കത്തിലാണ് ശിക്ഷണവും അനുസരണയും, അതായത് പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് കുട്ടികളിൽ, അതായത് 4, 5, 6 വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ. അപ്പൊ അത് സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കിയാല്, ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുള്ള അനുസരണാഘട്ടം. അതായത് ഇപ്പം ഒരു കുട്ടിക്ക് എന്ത് ചെയ്തു, ടീച്ചർ പറയാണ് നാളെ വരുമ്പം ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണമെന്ന് ടീച്ചർ പറയുന്നു. അപ്പം കുട്ടി എന്ത് ചെയ്യുന്നു, ആ ശിക്ഷയെ നാളെ വരുമ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് കിട്ടും, നാളെ അടി കിട്ടും. അതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അനുസരിക്കുന്ന ഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. ശാരീരികമായ അനന്തര ഫലങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അതെന്ന് വെച്ചാൽ എന്താണ്, അടി എന്ന് പറയുമ്പം ഒരു ശാരീരികമായിട്ടുള്ള ഒരു വേദനയല്ലേ. ആ ഒരു അനന്തര ഫലങ്ങളെ കുറിച്ച് മാത്രമാണ് ആ കുട്ടി അവിടെ ചിന്തിക്കുന്നത്. അതേ മറിച്ച് ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നാളെ നീ ഒരു അസൈൻമെന്റ് ചെയ്തുകൊണ്ട് വന്നില്ലെങ്കിൽ നിന്നെ അടിക്കും എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അവിടെ പേടിയില്ല. എന്തുകൊണ്ടാണ്, അവരതിനെ കുറിച്ച് ഭയപ്പെടുന്നില്ല അല്ലെ. ശാരീരികമായിട്ട് അനന്തര ഫലങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. അവിടെ എന്താണ് ശിക്ഷയായിട്ട് കാണപ്പെടുന്നത്, ഒന്നെങ്കിൽ അറ്റൻഡൻസ് കുറയ്ക്കും, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിൽ മാർക്ക് കുറയ്ക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ കുട്ടി ഭയക്കും അല്ലെ. അതേപോലെ ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെ അനുസരിക്കുന്നു. ഇപ്പം മാതാപിതാക്കളെ കുട്ടികളെ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികളെ അനുസരിക്കാതിരിക്കുമ്പം അടിക്കുമല്ലേ. അപ്പൊ ആ അടി പേടിച്ചാണ് കുട്ടികൾ പിന്നെ ആ അധികാരികളെ അനുസരിക്കുന്നത്. ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടം എന്ന് വെച്ചാല്
ശിക്ഷയെ ഭയന്ന് ആവശ്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകണം. അതായത് ശിക്ഷയെ ഭയന്നിട്ട് മാതാപിതാക്കളോ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ഫ്രണ്ട്സിനെ ഒന്നും പേടിക്കത്തില്ല. ടീച്ചേഴ്സോ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറയുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. എന്താണ് ഇത്? 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ്. ഇത് 4 വയസ്സാണ് ശിക്ഷണവും അനുസരണയും, അതായത് പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് എന്നുള്ളൊരു ഘട്ടത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 4, 5, 6 സമയത്ത്. ഇതിന്റെ അവസാനമാകുമ്പോൾ, അതായത് 10, 8, 9, 10 വയസ്സാകുമ്പോഴാണ് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പ്രായോഗികമായ ആപേക്ഷികത്വം, അതായത് ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസം എന്ന് പറയുന്ന ഒരു ഘട്ടം വരുന്നത്. അടുത്ത ഘട്ടമാണ് പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വം. അടുത്ത ഘട്ടം പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വം. ഈ പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വം, അതായത് ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് വേർഡ് കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കുക ഇൻസ്ട്രുമെന്റൽ. അപ്പൊ അവിടെ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എന്തോ ഒരു തിങ് അവിടെ ഉണ്ട്. അതെന്താണ്? ആ ഒരു തിങ് എന്ന റിവാർഡാണ്. അതായത് ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായി പെരുമാറുന്നു. അതായത് കുട്ടികളെ സമ്മാനങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ എന്താ ഭാവിയിലേക്ക് വേണ്ടി നന്നായി പെരുമാറുന്നതിനാണ് ഈ ഇൻസ്ട്രുമെന്റ്. ഇതിനകത്തുള്ള എല്ലാ പോയിന്റും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഒരു തിങ്സ് ഉണ്ട് അതിന് എന്ത് ചെയ്യാൻ, കുട്ടിയെ അനുസരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ ഘട്ടം നിങ്ങൾ മറക്കരുത്. പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസം. റിവാർഡ് എന്ന് ഓർക്കുക. റിവാർഡ്. കുട്ടികള് റിവാർഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായി പെരുമാറുന്നു. ചട്ടങ്ങൾ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്താ പറയാ, മാർക്ക് നിങ്ങൾ നന്നായി വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഈ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സൈക്കിള് വാങ്ങിത്തരും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും, വണ്ടർലേ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് റിവാർഡായിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിക്കാറുണ്ട്. അതാണ് ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായി പെരുമാറുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താല്പര്യം മുൻനിർത്തിയാണ്. തത്സമയത്ത്, അതായത് ഇപ്പം കുട്ടി ഇപ്പം രാവിലെ ഫുഡ് കഴിക്കുന്നില്ല, അപ്പം പറയും നീ രാവിലെ ഇത് ഫുഡ് മൊത്തം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ മിഠായി ഞാൻ സമ്മാനമായിട്ട് തരും. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? പാല് കുടിക്കാൻ പറയുമ്പം പാല് കുടിച്ചില്ലെങ്കിൽ നിനക്ക് ഫോൺ തരാം, ഫോൺ തരാം, അതിനു മുന്നേ നീ കുടിക്കണം എന്ന് പറയുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് കുടിക്കും, ഫോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് കുടിക്കും. അതാ പറഞ്ഞ ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താല്പര്യം മുൻനിർത്തിയാണ്. കുറച്ച് സമയത്തേക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അത് അനുസരിക്കത്തില്ല, പിന്നെ നമ്മളത് പറഞ്ഞാലും അവരത് കേൾക്കത്തില്ല. അതാണ് പറയുന്നത് ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താല്പര്യം മുൻനിർത്തിയാണ്. മൂന്നാമത്തെ പോയിന്റ് നീതിനിഷ്ഠ, പാരസ്പര്യം, അതായത് റെസിപ്രോസിറ്റി, തുല്യമായി പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങൾ പ്രകടമാണ്. അതായത് ഇപ്പൊ രണ്ട് കുട്ടികള്, ഇതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു പരസ്പര കൈമാറ്റമാണ് ഈ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരാൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുമ്പം എന്ത് ചെയ്യും, പകരം എന്തെങ്കിലും കുട്ടി ഒരെണ്ണം തരും. അതായത് ഇപ്പം കുട്ടികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പിള്ളേര് എന്ത് ചെയ്യും, ഇപ്പൊ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റോ എന്തെങ്കിലും ഒരു കുട്ടിക്ക് കൊടുക്കുവാണെങ്കിൽ ആ കുട്ടി തിരിച്ച് ഒന്നെങ്കിൽ ഭാവിയിൽ അല്ലെങ്കിൽ നാളെ മറ്റന്നാള് അല്ലെങ്കിൽ അപ്പോഴും തന്നെ ആ കുട്ടി എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു സാധനം പകരം മറ്റൊരു കുട്ടിക്ക് കൊടുക്കും. അതാണ് ഈ പോയിന്റ് ഇവിടെ വ്യക്തമാക്കുന്നത്. നീതിനിഷ്ഠ, പാരസ്പര്യം, തുല്യമായി പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങൾ പ്രകടമാണ്. ഇത് രണ്ടുമാണ് എന്തിനകത്ത് പെടുന്നത്? പ്രാഗതാസിത സദാചാര ഘട്ടം, അതായത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ വ്യവസ്ഥാപിത പൂർവ്വതലം എന്ന് പറയുന്നത്. ഈ ഘട്ടം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ തലത്തിലുള്ള ഈ രണ്ട് ഘട്ടങ്ങളും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് അപ്പോൾ അങ്ങനെ ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് പ്രാഗതാസിത സദാചാര ഘട്ടത്തിൽ ഈ ശിക്ഷണ അനുസരണ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. അതായത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാന് കുട്ടിയെ അനുസരിക്കുന്ന ഘട്ടം,
ഏത് ഇതിനകത്ത് പെടുന്നു, കോൾബെറിക്കിന്റെ നൈതിക വികാസ ഘട്ടത്തിൽ ഏതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതേപോലെ സമ്മാനങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സമ്മാനങ്ങളും വേണ്ടി കുട്ടി ചെയ്യുന്നത് ഏത് ഘട്ടത്തിൽ പെടുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് പോവാം. അടുത്ത ഘട്ടമാണ് യഥാസ്ഥിത സദാചാര ഘട്ടം, അല്ലെങ്കിൽ കൺവെൻഷണൽ മൊറാലിറ്റി. അതിന്റെ വേറൊരു പേര് വ്യവസ്ഥാപിത തലം എന്നും വേറെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് നല്ലോണക്ക് നോക്കി വെക്കുക. മലയാളം മാറ്റങ്ങളൊക്കെ വരും, ഇംഗ്ലീഷിൽ മാറ്റമൊന്നും വരത്തില്ല. അപ്പൊ കൺവെൻഷണൽ മൊറാലിറ്റി, ഇതിനകത്ത് 2 ഘട്ടങ്ങളാണ് ഇതിലും ഉള്ളത്. അന്തർവൈയക്തിക സമന്വയം, അതായത് ഇന്റർ പേഴ്സണൽ കൺകഡൻസ് എന്ന് പറയുന്നതും, പിന്നെ 4 സാമൂഹിക പാലനം അല്ലെങ്കിൽ നിയമവും സമാധാനവും, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ. ഇത് രണ്ടുമാണ് ഇതിനകത്ത് പെടുന്നത്. അന്തർവൈയക്തികം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ വരിക മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി, ആ ഒരു രീതിയിൽ നിങ്ങൾ ഇന്റർ പേഴ്സണൽ അല്ലെങ്കിൽ അന്തർവൈയക്തികം എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കുക. അതായത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നതിന് വേണ്ടി ഗുഡ് ഗേൾ ഗുഡ് ബോയ്, അല്ലെങ്കിൽ നൈസ് ഗേൾ നൈസ് ബോയ്, ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് കിട്ടും. അതായത് മറ്റുള്ളവര് പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മൾ വളരുന്നതും അവര് നല്ല ഗുഡ് ഗേൾ ആണ്, നമ്മൾ നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അവര് പറയുന്നതൊക്കെ അനുസരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ അന്തർവൈയക്തികം എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമൂഹിക പാലനവും നിയമപരവും എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമൂഹത്തിലുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങള്, സ്കൂള്, പിന്നെ വിദ്യാലയങ്ങള്, പിന്നെന്താണ് ബസ്സുകള്, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, കുട്ടി നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസരിക്കുന്ന ഘട്ടമാണ് ഈ സാമൂഹിക പാലനം, നിയമവും സമാധാനവും, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അന്തർവൈയക്തിക സമന്വയം, ഇൻട്രാ പേഴ്സണൽ കൺകഡൻസ് എന്നുള്ളത് നോക്കാം. അതിനകത്ത് പറയുന്നത് മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക. അതായത് മറ്റുള്ളവർ, ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവര് കുട്ടിയെ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ ആണ്, ഗുഡ് ബോയ് ആണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കുട്ടികൾ ജീവിക്കുകയാണ്. അവരങ്ങനെ പറയണം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷ എന്താണോ അതിനകത്ത് എത്തി അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ശ്രമിക്കും. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 10 മുതൽ 13 വയസ്സ് വരെയാണ്. 10 മുതൽ 13 വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 10 വയസ്സ് 11 വയസ്സ് പ്രായമുള്ള കുട്ടികൾ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കും. അതേപോലെ മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുക. അതായത് അവരുടെ ആശയങ്ങൾ സ്വാധീനിച്ചാൽ മാത്രമേ അവർ നല്ലൊരു നമുക്ക് നീ ഒരു നല്ല കുട്ടിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു. സംഘ മാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു. അതായത് ഗ്രൂപ്പായിട്ടിരിക്കുമ്പം അവര് പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, മാനദണ്ഡങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നീ നല്ല കുട്ടിയാണ്, നൈസ് ഗേൾ ആണ്, നൈസ് ബോയ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. അതാണ് ഈ അന്തർവൈയക്തിക സമന്വയം അല്ലെങ്കിൽ ഇന്റർ പേഴ്സണൽ കോൺകഡൻസ് എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം പറയുവാണെങ്കിൽ ഏതാണ്, പ്രായോഗികമായ ആപേക്ഷികത്വമല്ലല്ലോ, സാമൂഹിക പാലനവും നിയമവും സമാധാനവുമാണ്. സാമൂഹികമായ പാലനം, നിയമവും സമാധാനം, അതായത് സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ. സാമൂഹിക പാലനം, നിയമവും സമാധാനവും, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്. ഈ ഇതിനകത്ത് പറയുന്നത് സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, സ്കൂളിലുള്ളത്, അതായത് സ്കൂളിലിപ്പം എന്താണ് അസംബ്ലിക്ക് നിങ്ങൾ വരിയായിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊരു ചട്ടം വെക്കുവാണ് ക്ലാസ്സിൽ. അപ്പൊ എന്ത് ചെയ്യുന്നു, അവര് കറക്റ്റ് അതേപോലെ വരുന്നു.
അതെന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ലംഘിക്കാം, പക്ഷെ കുട്ടികൾ എന്ത് ലംഘിക്കത്തില്ല, കുട്ടികൾ അതേപോലെ തന്നെ ചെയ്യും. അതേപോലെ ബസ്സില് കൈ പുറത്തിടരുത്, കാല് പുറത്തിടരുത് എന്ന് പറയുമ്പോൾ കുട്ടികൾ അത് കേൾക്കും. അതേപോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ അതിനെ എതിർക്കത്തില്ല. എന്തുകൊണ്ട് ഞാനത് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണ്ട, ജനഗണമന ചൊല്ലുമ്പോൾ കുട്ടികൾ സ്റ്റാൻഡപ്പ് ആയിട്ട് എണീറ്റ് നിൽക്കുന്നു. എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യണം എന്നുള്ള തിരിച്ചൊരു ചോദ്യം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു. സാമൂഹിക നിയമങ്ങളോട് ആയോജന അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് പുലർത്തുന്ന ഘട്ടമാണ് എന്തെന്ന് പറയുന്നത്, ഈ സാമൂഹിക പാലനം അല്ലെങ്കിൽ നിയമവും സമാധാനവും എന്ന് പറയുന്ന ഘട്ടം. ഇത് യഥാസ്ഥിത സദാചാര ഘട്ടം അല്ലെങ്കിൽ കൺവെൻഷണൽ മൊറാലിറ്റിയിൽ പെടുന്നതാണ്. അന്തർവൈയക്തിക സമന്വയവും സാമൂഹിക പാലനം, നിയമവും സമാധാനവും. അവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് ചോദ്യം ചോദിക്കുന്നില്ല. കുട്ടികളുടെ മുമ്പിൽ ഒരു നിയമം കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കുന്നു. സ്കൂളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും, വീട്ടിലിപ്പം പറയും, ചില വീടുകളിൽ പറയും ഇത്ര സമയം മാത്രമേ TV കാണാൻ പാടുള്ളൂ, ഇന്ന സമയത്ത് പഠിക്കണം. കുട്ടികൾ ആ കൃത്യസമയത്ത് വന്നിരുന്ന് പഠിക്കുകയും ആ കൃത്യസമയത്ത് തന്നെ കുട്ടികൾ എന്ത് ചെയ്യും, TV കാണാനും പോയിരിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ കുട്ടികൾ ആ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നില്ല. കുട്ടികൾക്ക് അറിയാം അതെവിടെ എഴുതി വെച്ചിട്ടുള്ള റൂൾസ് ഒന്നും അല്ല, എന്നാലും കുട്ടികൾ അതിനെ ചോദ്യം ചെയ്യാതെ അതനുസരിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ എന്താണ്, അടുത്ത ഘട്ടത്തിൽ വരുമ്പം ഇതിനെ അവർ ചോദ്യം ചെയ്യും. എന്താണ്, അങ്ങനത്തെ ഘട്ടമാണ് അടുത്ത ഘട്ടം. അപ്പൊ അടുത്ത ഘട്ടം നമുക്ക് നോക്കാം. യഥാസ്ഥിതാനന്തര സദാചാര ഘട്ടം, അതായത് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. ഇതിനകത്ത് വരുന്നത് സാമൂഹിക വ്യവസ്ഥാ നിയമപരമായ, അതായത് സോഷ്യൽ കോൺട്രാക്റ്റും പിന്നെ സർവജനീന സദാചാര തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. ഈ രണ്ട് ഘട്ടമാണ് ഇതിനകത്ത് പെടുന്നത്. സാമൂഹിക വ്യവസ്ഥാ നിയമപരം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കാകുമെന്ന വിശ്വാസം. അതായത് മറ്റതിൽ പറയുന്നത് എന്താണ്, സാമൂഹ്യ ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു. ഇതിനകത്ത് പറയുന്നത് സമൂഹത്തിന്റെ നിയമങ്ങൾ മനുഷ്യന്റെ നന്മയ്ക്കായിട്ടുള്ള നിയമങ്ങളെല്ലാം ഈ 13 വയസ്സിൽ പ്രായം മുകളിലുള്ളവര്, ഈ 13 വയസ്സിന് മുകളിലുള്ളവര് സമൂഹത്തിന്റെ നിയമങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. അതേപോലെ അതനുസരിക്കുന്നു. സമൂഹത്തിന് മനുഷ്യ നന്മയ്ക്കായിട്ടുള്ള എല്ലാ നിയമങ്ങളും ഈ 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുകയും ഇതും ചെയ്യുന്നു. അതാണ് ഈ സാമൂഹിക വ്യവസ്ഥാ നിയമപരം എന്ന് പറയുന്നത്. അതേപോലെ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടം. അതായത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതേപോലെ സന്മാർഗമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിലും ഉള്ള നിയമങ്ങൾ അവരനുസരിക്കും. എന്നാൽ അതിന് മറികടന്ന് ആയിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങൾ വന്നാൽ അവർ ചോദ്യം ചെയ്യപ്പെടും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സാമൂഹിക വ്യവസ്ഥാ നിയമപരം, അതായത് സോഷ്യൽ കോൺട്രാക്ട്. അതിനകത്ത് പെടുന്ന സവിശേഷതകളാണ് ഇത് രണ്ടെണ്ണം. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണെങ്കിൽ, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പറയാണ്, നാളെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും ഷർട്ടും മുണ്ടും പിന്നെ അതേപോലെ എല്ലാവരും സാരി എടുത്തുകൊണ്ട് വന്നാൽ മതി, വേറെ ഡ്രസ്സ് ഒന്നും ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഈ 2 സാരിയും പെൺകുട്ടികൾ സാരിയും പിന്നെ ആൺകുട്ടികൾ മുണ്ടും ഷർട്ടും ധരിക്കാവൂ എന്നൊരു നിയമം അവരുടെ കോളേജിൽ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അത് ചോദ്യം ചെയ്യും. എന്തുകൊണ്ട് നമ്മളത് അനുസരിക്കണം, എന്തുകൊണ്ട് അത് മാറ്റി എന്ന് അവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സാമൂഹിക വ്യവസ്ഥ നിയമപരം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിനകത്ത് സമൂഹത്തിന്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കാവുന്ന പരം വിശ്വാസം, അതായത് ഇവിടുത്തെ എന്താണ് ഭരണഘടനയും അതേപോലുള്ള അല്ലാതുള്ള റൂൾസും റെഗുലേഷൻസും എല്ലാം അവർ അംഗീകരിക്കും. ഇപ്പൊ എസ് ടി ഇപ്പം കോളേജ് കുട്ടികൾക്ക് നാളെ മുതൽ കൊടുക്കില്ല എന്നൊരു നിയമം വരികയാണെങ്കിൽ കുട്ടികൾ ചോദ്യം ചെയ്യപ്പെടും. കാരണം അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അതേപോലെ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾ സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടമാണ്
സാമൂഹിക വ്യവസ്ഥാ നിയമപരം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 13 വയസ്സിന് മുകളിലോട്ടാണ് കേട്ടോ. 13 വയസ്സിന് മുകളിലോട്ട്. ഇതിനകത്ത് പെടുന്ന അടുത്ത ഘട്ടമാണ് സർവജനീന സദാചാര തത്വം, അതായത് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. ഇതിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് സർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം. ന്യായം, നീതി, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം ഉണ്ടാക്കിയെടുക്കൽ. അതായത് എന്താണ് ഇതിനകത്ത് ഇപ്പം പറയുന്ന എക്സാമ്പിൾ ഹെയ്ൻസ് ഡെലമേലെ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാം. അതായത് ഇപ്പം അവിടെ ഹെയ്ൻസ് മരുന്ന് മോഷ്ടിക്കാണോ മോഷ്ടിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടികൾ പറയും മോഷ്ടിക്കാം, കുഴപ്പമില്ല, അവരുടെ ഭാര്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി, മരണാസന്നയിൽ കിടക്കുന്ന ഭാര്യയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിട്ട് ഹെയ്ൻസ് എന്ത് ചെയ്യുന്നത്, മരുന്ന് മോഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞ കുട്ടികള് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടവരാണ്. അതായത് എന്താണ്, അവര് നിയമങ്ങൾക്കും അപ്പുറം അവർ ചിന്തിക്കുന്നത് എന്താണ്, നീതി, ന്യായം, സമത്വം, അതേപോലെ കരുണ, ദയ, അങ്ങനെയുള്ള ഒരു സാൻമാർഗികമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ അനുസരിച്ചാണ് അങ്ങനെയുള്ള ആൾക്കാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവര് പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. യഥാസ്ഥികാനന്തര സദാചാര ഘട്ടത്തിലെ സർവജനീന സദാചാര തത്വം, അതായത് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാര്. ഇത്രയുമാണ് നമ്മുടെ 3 ഘട്ടങ്ങളുണ്ട്, 3 തലങ്ങളുണ്ട്. ഈ 3 തലങ്ങളെ 2 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള സവിശേഷതകളാണ് പറഞ്ഞത്. നിങ്ങൾക്കിത് എന്തെങ്കിലും ക്ലിയർ ആകാത്ത പോർഷൻ ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഇത് എന്തെങ്കിലും മനസ്സിലാവാത്ത ഏതെങ്കിലും പോർഷൻ? റെസ്പോണ്ട് ചെയ്യൂ. എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്നാണോ? ഓക്കെ ആണ്? ഓക്കെ. എന്നാ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. 1, രക്ഷിതാക്കളിൽ നിന്ന് ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിന്റെ സാൻമാർഗിക വികാസ ഘട്ടത്തിലെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? എ, വ്യവസ്ഥാപിത തലം കൺവെൻഷണൽ ലെവൽ, വ്യവസ്ഥാപിത പൂർവ്വതലം പ്രീ കൺവെൻഷണൽ ലെവൽ, സി, വ്യവസ്ഥാപിതാനന്തര തലം പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ, അതോറിറ്റി ലെവൽ. ഏതിനകത്താണ്? ഓക്കെ, ബി, പ്രീ കൺവെൻഷണൽ ലെവലാണ് ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2, അന്ന ശിക്ഷ കിട്ടുമെന്ന് ഭയന്ന് ടീച്ചറെ അനുസരിക്കുന്നു. കോൾബർഗിന്റെ സാൻമാർഗിക വികാസവുമായി അന്ന ഏത് ഘട്ടത്തിലാണ്, ഡാഷ് ഘട്ടത്തിലാണ് എന്നാണ്. ഏത് ഘട്ടത്തിലാണ്? എ, യഥാസ്ഥിത സദാചാര ഘട്ടം, പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടം, യഥാസ്ഥിതാനന്തര സദാചാര ഘട്ടം, നല്ല കുട്ടി സദാചാര ഘട്ടം. ഏതാണ്? അന്ന ശിക്ഷ കിട്ടുമെന്ന്. അതെ, ബി ആണല്ലേ. അപ്പൊ ഇതിനകത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഈ എന്താണ്, ശിക്ഷ കിട്ടുമെന്ന് അനുസരിക്കുന്ന ഘട്ടം ഏതാണ് എന്നുള്ളതിന് ആൻസർ എന്ന് പറയുന്നത് പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടമാണ്. ഇതിനകത്ത് എന്തരായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. നൈതിക വികാസ ഘട്ടങ്ങള് ഇതിനകത്ത് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്. മലയാളം വേർഡ് വേറെ ഉണ്ടോ? പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടത്തിന്റെ ഏതാ? പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടം ഉണ്ട്, വ്യവസ്ഥാപിത പൂർവ്വതലം.
കേൾക്കുന്നുണ്ടോ? അതിനകത്ത് വരുന്നല്ലേ മറ്റേ പ്രായോഗിക അപേക്ഷിതത്വം എന്നൊക്കെ? പ്രായോഗിക ആപേക്ഷികത്വം അതിനകത്ത് പെടുന്നത് തന്നെയാണ്. ഈ 3 തലത്തിനെയും പിന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഈ ഓരോ തലത്തിനെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 തലത്തിൽ പിന്നെയും അതിന് സവിശേഷതകളുണ്ട്. മിസ്സേ, ഓ പറഞ്ഞോളൂ. ഈ നൈതിക വികാസഘട്ടം എന്ന് പറയുന്നത് സാൻമാർഗിക വികാസഘട്ടം എന്നല്ലേ? അതെ അതെ, നൈതിക വികാസഘട്ടം, സാൻമാർഗിക വികാസം, മോറൽ ഡെവലപ്മെന്റ്സ്, അതാണ്. അത് നൈതിക വികാസം എന്ന് വെച്ചാൽ മോറൽ ഡെവലപ്മെന്റ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോൾബർഗിന്റെ സിദ്ധാന്തം പ്രധാനമായും വിമർശിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളിത് ആൻസർ ചെയ്യൂ. കോൾബർഗ് കൃത്യമായി തന്റെ ധാർമ്മിക സിദ്ധാന്തത്തിന്റെ ഘട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. കോൾബർഗിന്റെ സിദ്ധാന്തം ശാസ്ത്രീയമായി നീതിയുക്തമല്ല. ധാർമ്മിക ന്യായവാദം വ്യക്തിയുടെ വികാസഘട്ടത്തിലുണ്ടെന്ന് കോൾബർഗ് സമർത്ഥിച്ചു. ധാർമ്മിക ന്യായവാദത്തിൽ പുരുഷന്മാരിലെയും സ്ത്രീയിലെയും സാംസ്കാരിക വ്യത്യാസത്തെ കോൾബർഗ് പരിഗണിച്ചില്ല. ഇത്രയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് നിങ്ങൾ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു കോൾബർഗിന്റെ നൈതിക വികാസ ഘട്ടത്തിൽ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യം. നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ബി ആണ് എല്ലാവരും പറയുന്നത്. എന്ന ആൻസർ ഡി ആണ്. ധാർമ്മിക ന്യായവാദത്തിൽ പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും സാംസ്കാരിക വ്യത്യാസത്തെ കോൾബർഗ് പരിഗണിച്ചിട്ടില്ല. അതായത് എന്താണ്, കോൾബർഗ് പറയുമ്പം സ്ത്രീ പുരുഷൻ എന്ന് എടുത്ത് കാട്ടി പറയുന്നില്ല. ബാക്കി നമ്മൾ ഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീയും പുരുഷനെയും അംഗീകരിച്ചു കൊണ്ടിട്ടായിരിക്കും ഘട്ടങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. ഇതിനകത്ത് സ്ത്രീയെയും പുരുഷനെയും ഒന്നും തന്നെ പറയുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രാഗദാസിത സദാചാര തലത്തിൽ ഉൾപ്പെടുന്ന ഘട്ടമേത്? ശിക്ഷയും അനുസരണയും, ബി അന്തർവൈയക്തിക സമന്വയം, സി സാമൂഹിക സുസ്ഥിതി പാലനം, ഡി സർവജനീന സദാചാര തത്വം. ഓക്കെ, എ ആണ് കറക്റ്റ് ആൻസർ. ശിക്ഷയും അനുസരണയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലോറൻസ് കോൾബർഗിന്റെ സാൻമാർഗിക വികാസങ്ങളിൽ പെടാത്തത് ഏത്? എ പൂർവ സദാചാര ഘട്ടം, യഥാസ്ഥിത സദാചാര ഘട്ടം, അന്തിമ യഥാസ്ഥിത സദാചാര ഘട്ടം, ഡി യഥാസ്ഥിതാനന്തര സദാചാര ഘട്ടം. ഓക്കെ, സി ആണ് ആൻസർ. അന്തിമ യഥാസ്ഥിത സദാചാര ഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, സമ്മാനങ്ങൾക്ക് വേണ്ടി രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്ന പ്രണവ് കോൾബർഗിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? സമ്മാനങ്ങൾക്ക് വേണ്ടി രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്ന പ്രണവ് കോൾബർഗിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, ഓട്ടോണമസ് മൊറാലിറ്റി. സമ്മാനങ്ങൾ ഏതിനകത്ത് വരും? ഞാൻ നിങ്ങളുടെ പ്രത്യേകം പറഞ്ഞായിരുന്നു. പ്രീ കൺവെൻഷണൽ. ഏതാണ്? പ്രീ കൺവെൻഷനലോ? എല്ലാവരും ആൻസർ ചെയ്തേക്കുന്ന പ്രീ കൺവെൻഷൻ ആണ്. ഒരു മിനിറ്റ് ഞാൻ നോക്കി. അല്ല, അതിനകത്തല്ല. കൺവെൻഷണൽ മൊറാലിറ്റി അല്ലേ? ബിയിലല്ലേ?
ശിക്ഷയും ഈ മാനസിക കൺവെൻഷനിലെ എല്ലാരും പലതാണ് കമന്റ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞുതരാണ്. ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസം, പ്രായോഗിക ആപേക്ഷികത്വം ഏതിനകത്താണ് വരുന്നത്? റിവാർഡ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ പ്രാഗേദാസിക സദാചാര ഘട്ടം എന്നുള്ളതിനകത്താണ് കേട്ടോ വരുന്നത്. കുറെ പേര് അയേ പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 7. അച്ഛന്റെ പോക്കറ്റിൽ നിന്നും പണം എടുത്തതിനാണ് അനു ശിക്ഷിക്കപ്പെട്ടത്. ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ പിന്നീട് അവൾ അത്തരം പെരുമാറ്റങ്ങൾ ഒഴിവാക്കി. കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്തം അനുസരിച്ച് അനു ഇതിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? പൂർവ യഥാസ്ഥിത സദാചാര ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, യഥാസ്ഥിത സദാചാര ഘട്ടം, യഥാസ്ഥിതാനന്തര സദാചാര ഘട്ടം. ഓക്കെ, ആൻസർ എ, പൂർവ യഥാസ്ഥിത സദാചാര ഘട്ടമാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങള് നന്നായിട്ട് പഠിച്ചു വെക്കുക. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക. ഇപ്പൊ തന്നെ എത്ര 2-3 ക്വസ്റ്റ്യൻ എന്തോ നമ്മളിപ്പം ഒരേപോലെ സെയിം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടല്ലേ. അപ്പൊ ഇതെല്ലാം പ്രീവിയസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 8ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടികളുടെ നൈതിക വികാസത്തിന് ഊന്നൽ നൽകിയ മനഃശാസ്ത്രജ്ഞൻ? ജീൻ പിയാഷെ, കോൾബർഗ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. ഇപ്പൊ നിങ്ങൾക്ക് ബി ആൻസർ മനസ്സിലാവും, കാരണം ഈ ഒരു പോർഷൻ പഠിച്ചത് കൊണ്ട് അല്ലേ. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം പ്രത്യേകിച്ച് പഠിച്ചു വെക്കുക. നൈതിക വികാസം, കോൾബർഗ്, ലോറൻസ് കോൾബർഗ് കേട്ടോ. അദ്ദേഹത്തിന്റെ 2 കൃതികളും പഠിച്ചു വെക്കുക. ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെന്റും ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെന്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിയെ നല്ല കുട്ടിയായി മാതാപിതാക്കൾ അഭിവാദ്യം ചെയ്യുന്നു. അതിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ ധാർമ്മികമാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഏത് വികസന ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നല്ല കുട്ടി, ഞാൻ പറഞ്ഞു നൈസ് ഗേൾ, നൈസ് ബോയ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എ, പ്രായോഗികമായ ആപേക്ഷികത്വം, അന്തർവൈയക്തിക സമന്വയം, സാമൂഹിക വ്യവസ്ഥാ നിയമപരം. ഏതാണ്? ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ബി ആണല്ലേ. അപ്പം ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. നൈസ് ഗേൾ, നൈസ് ബോയ് എന്ന് ചിലപ്പോൾ എടുത്തു ചോദിക്കും. ഗുഡ് ബോയ്, ഗുഡ് ഗേൾ എന്നിങ്ങനെ എടുത്തു ചോദിക്കും. അല്ലാതെ ഇപ്പം ഇങ്ങനെ നല്ല കുട്ടിയെ നല്ല കുട്ടിയെ മാതാപിതാക്കൾ അഭിവാദ്യം ചെയ്യുന്നു, അതിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെ മനസ്സിലെടുക്കുക. ഗുഡ് ബോയ്, ഗുഡ് ഗേൾ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് അന്തർവൈയക്തിക സമന്വയം. അതിനകത്ത് എന്താണ്? മറ്റുള്ളവർ നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മാറുന്ന ഘട്ടമാണ് കേട്ടോ. അപ്പൊ 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 10. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിന്റെ സാൻമാർഗിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു? എ, സാമൂഹിക സുസ്ഥിതി പാലനം, ബി, അന്തർവൈയക്തിക സമന്വയം, സി, സർവജനീന സദാചാര തത്വം, ഡി, സാമൂഹിക പാലനം, നിയമവും സമാധാനവും. ആൻസർ വരട്ടെ? കുറച്ചുപേരെ ഇട്ടോളൂ. ഇത് സി ആണ് ആൻസർ. സർവജനീന സദാചാര തത്വമാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ തോന്നും ഏതാണ് സാമൂഹിക പാലനവും നിയമവും സമാധാനവും ആണോ എന്ന് തോന്നും. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് എന്താണ്, അവര് കുട്ടികള് എന്ത് ചെയ്യുന്നു? എല്ലാ ചിട്ടകളും എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നു. എന്നാൽ ഇവിടെ വരുമ്പോ എന്താണ് സംഭവം വരുന്നത്?
ഇവര് നീതിബോധം അല്ലെങ്കിൽ സമത്വം, ന്യായം എന്നുള്ള രീതിയിൽ മാത്രം കണ്ടുകൊണ്ട് സർവലൗകികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം മുൻതൂക്കം കൊടുത്ത നിയമത്തിനെ എന്ത് ചെയ്യുന്നു, നിയമത്തിന്റെ അതിർവരമ്പുകളും കടന്നുകൊണ്ട് ചിന്തിക്കുന്നവരാണ് എന്തെന്ന് സർവജനീന സദാചാര തത്വത്തിലുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മിസ് ഇപ്പം പറഞ്ഞ ഒന്നും കൂടി പറയോ, സീന്റെയും ഡിഫറൻസ്? അതിനകത്ത് യഥാസ്ഥിത സദാചാര ഘട്ടത്തില് എന്താണ് സാമൂഹിക പാലനം, നിയമവും സമാധാനവും. ഇതിനകത്ത് എന്താണ്, ഇപ്പൊ കുട്ടികള് അവരുടെ സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ചുറ്റുമുള്ള നിയമങ്ങൾ, അതായത് സ്കൂളിലാണെങ്കിൽ സ്കൂളിലുള്ള നിയമങ്ങൾ കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലുള്ള നിയമങ്ങൾ, ഈ അങ്ങനത്തെ ഉള്ള നിയമങ്ങള്, അതേപോലെ കുട്ടികള് ഇപ്പം അല്ലാതെ ബന്ധപ്പെടുന്ന നിയമങ്ങളൊക്കെ കാണത്തില്ലേ, വീട്ടിലത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ എന്ത് ചെയ്യുന്നു, നിയമങ്ങളെല്ലാം പാലിക്കുന്നു. എന്താണ്, നമ്മളിപ്പോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ക്ലാസ് റൂമിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ സീബ്ര ക്രോസ് ലൈനിൽ കൂടെ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അവര് ഇപ്പൊ മുതിർന്നവർ വേറെ രീതിയിൽ കൊണ്ടുപോയാലും അവർ പറയും അമ്മ അങ്ങനല്ല, നമുക്ക് ആ വഴിയാണ് പോണ്ടത് എന്നുള്ള രീതിയിൽ കുട്ടികൾ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സാമൂഹ്യ ചിട്ടകളും നിയമങ്ങളും എല്ലാം പാലിക്കും. അവരതിനോടെല്ലാം കൂടുതൽ ഒരു ആയോജനം പുലർത്തുന്ന ഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത ഘട്ടം, അതായത് യഥാസ്ഥാനന്തര സദാചാര ഘട്ടത്തില് സാമൂഹിക വ്യവസ്ഥാ നിയമപരം എന്ന് പറയുന്ന ഘട്ടം വരുമ്പം കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളാണ്. അപ്പൊ ഈ മുതിർന്ന കുട്ടികള് മനുഷ്യ നന്മയ്ക്കുള്ള നിയമങ്ങൾ മാത്രം, അതായത് മനുഷ്യ നന്മയ്ക്കായിട്ട് വരുന്ന നിയമങ്ങൾ മാത്രമേ അനുസരിക്കാറുള്ളൂ. അല്ലാതെ വരുന്ന നിയമങ്ങളോ അല്ലാതെ വരുന്ന വേറെന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, തിരിച്ച് അവര് ചോദിക്കും, ഇതെന്തിന് നമ്മൾ അനുസരിക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല, അതെന്തിന് നമ്മൾ അനുസരിക്കണം എന്ന രീതിയിലുള്ളൊരു ചോദ്യചിഹ്നം അവിടെ ഉയർന്നു വരും. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാല് എന്ത് നിയമം കൊടുത്താലും അതിനെ എല്ലാം അനുസരിക്കും, എല്ലാത്തിനെയും അനുസരിക്കുന്ന ഒരു ഘട്ടമാണ് നേരത്തെ പറഞ്ഞ ഘട്ടം. ഈ പറഞ്ഞ ഘട്ടത്തില് എന്ത് ചെയ്യും, മനുഷ്യ നന്മയ്ക്കായിട്ടുള്ളതും ജനങ്ങളുടെ സന്മാർഗ മാതൃകയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അനുസരിക്കും. എന്നാൽ എന്ത് ചെയ്യും, അല്ലാതുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അവര് ചോദ്യം ചെയ്യും. ഇതാണ് ഈ രണ്ട് ഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. ഇത് നിങ്ങൾ കറക്റ്റ് നല്ലപോലെ തന്നെ വായിച്ചു വെക്കുക. ഇത് മാറിപ്പോവും. ഇത് പഠിപ്പിച്ച ശേഷം നിങ്ങൾ തന്നെ ഒരു ചെറിയ രീതിയിൽ ഓരോത്തിനും ചെറിയ ചെറിയ പോയിന്റ് ഒക്കെ ഇട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇൻസ്ട്രുമെന്റ്, അത് റിവാർഡ് എന്നുള്ള ഇൻസ്ട്രുമെന്റൽ റിലേറ്റീവ്സം എന്ന് പറയുമ്പോൾ നിങ്ങൾ റിവാർഡ് എന്നാക്കി ചിന്തിക്കുമ്പം ആ പോയിന്റ് വായിക്കുമ്പോൾ എല്ലാത്തിനകത്തും ആ ഒരു റിവാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്ത് നമ്മളെ കുറിച്ച് പറയും എന്നുള്ള രീതിയിൽ, ഗുഡ് ഗേൾ ഗുഡ് ബോയ്, നൈസ് ഗേൾ നൈസ് ബോയ് എന്നുള്ള രീതിയിൽ അതിനെ മാറ്റി വെക്കുക. അങ്ങനെ ഓരോ കാര്യത്തിനും നിങ്ങൾ തന്നെ ആയിട്ട് ഒരു ഷോർട്ടായിട്ട് ഒരു കോഡ് ഉണ്ടാക്കി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ക്ലിയർ ആണോ ഇത്? ഓക്കെ, വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കഥ എനിക്ക് കുറച്ചും കൂടെ വിവരിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ കഥ നിങ്ങൾ കേട്ടിട്ടുള്ളയാണോ അതോ നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണോ? അല്ലല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു ഹെയിൻസ് ഡിലമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെയിൻസിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നുള്ള ഇത് കേട്ടിട്ടില്ലല്ലേ കുറെ പേര്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്ന് വെച്ചാണ് സ്പീഡിൽ പോയത്. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായോ? അതോ ഒന്നും കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. കുറച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും എന്നുള്ള രീതിയിലാണ് പെട്ടെന്ന് അത് പറഞ്ഞത്. ഈ ഹെയിൻസ് ഡിലമ എന്ന് പറയുന്നത് തന്റെ ഭാര്യയ്ക്ക് ഒട്ടും വയ്യാതെ ക്യാൻസർ രോഗിയായിട്ട് കിടന്ന ഒരു ഭാര്യയായിരുന്നു അദ്ദേഹത്തിന്റെ, ഹെയിൻസ് എന്ന് പറയുന്ന വ്യക്തിയുടെ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു,
ആ മരണാസന്നയിൽ കിടക്കുന്ന ഭാര്യയാണ്. അപ്പം അതിന് ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു യുവ ഡോക്ടർ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി വില കൊടുത്ത് വിലമതിക്കാനാവാത്ത മരുന്നായിരുന്നു അത്. അങ്ങനെ ഭാര്യയെ രക്ഷിക്കാനായിട്ട് പലരോടും പണം ചോദിക്കുന്നു. പണം അയാൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഡോക്ടറിനോട് തന്നെ പറയുന്നു, പണമില്ല, ഫ്രീ ആയിട്ട് തരുമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കുറച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഡോക്ടർ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഈ അവിടെ വെച്ചിട്ട് കുട്ടികളോട് ചോദിക്കുകയാണ്, ഹെയിൻസ് മരുന്ന് മോഷ്ടിക്കാമോ, അതോ മോഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ട്, മോഷ്ടിക്കാൻ പാടില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പം എന്തു പറയും, കുട്ടികൾ രണ്ട് അഭിപ്രായമാണ് പറയുന്നത്. അതേപോലെ പോലീസുകാരൻ, തന്റെ സുഹൃത്തായിട്ടുള്ള പോലീസുകാരൻ ഹെയിൻസിനെ ആ പരീക്ഷണശാലയുടെ അടുത്ത് വെച്ചിട്ട് കാണുകയും രാത്രിയിൽ ഓടിപ്പോകുന്നത് കാണുകയും ചെയ്യുന്നു. ബ്രൗൺ എന്ന് പറയുന്ന പോലീസുകാരൻ, ഹെയിൻസിന്റെ ഉറ്റ സുഹൃത്താണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത് റിപ്പോർട്ട് ചെയ്യണമോ, അതോ ഹെയിൻസ് സുഹൃത്തായതുകൊണ്ട് കണ്ടില്ലാത്ത രീതിയിൽ നടിക്കണമോ എന്നുള്ള രീതിയിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോ എന്താണ്, ഇപ്പം സാൻമാർഗികമായിട്ട് അല്ലെങ്കിൽ നീതിബോധത്തിനെ മാത്രം എടുത്തു പറയുന്ന ഘട്ടത്തിൽ കുട്ടികൾ ഉൾപ്പെടുന്ന കുട്ടികൾ പറയുന്നത് എന്താണ്, അയ്യോ അത് ഫ്രണ്ടാണ്, അതുകൊണ്ട് അവൻ പറയാതിരുന്നാൽ അവൻ രക്ഷപ്പെടും, അവനെ കോടതി ശിക്ഷിക്കത്തില്ല, അതുകൊണ്ട് ബ്രൗൺ ചെയ്തതാണ് തെറ്റ്, അല്ലെങ്കിൽ എന്താണ് ഹീൻസ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിൽ നീതിബോധത്തോടു കൂടും. അല്ലാതെ നാലാമത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ പെടുന്ന കുട്ടികള് ഇങ്ങനത്തെ ഉത്തരങ്ങൾ പറയും. അല്ല, മോഷണം തെറ്റാണ്, അത് എന്ത് വന്നാലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് എന്താണ് വേറെ രീതിയിലുള്ള സാൻമാർഗിക വികാസത്തിന്റെ ഘട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ ഇതിൽ നിന്നാണ് ലോറൻസ് കോൾബർഗ് സാൻമാർഗിക വികാസം അല്ലെങ്കിൽ നൈതിക വികാസം എന്ന് പറയുന്ന ആശയം ഉരുത്തിരിഞ്ഞതും ഇതിനെ ഇത്ര ഘട്ടങ്ങളായിട്ട് തിരിക്കുകയും ഇതിനെ വീണ്ടും ഓരോ ഘട്ടത്തിനെയും 2 ഘട്ടങ്ങളായിട്ട് വീണ്ടും തിരിച്ച് സവിശേഷതകൾ കൊടുത്തത്. കഥ നിങ്ങൾക്ക് ക്ലിയർ ആയോ? കഥയെ കുറിച്ച് അങ്ങനെ ചോദിക്കത്തില്ല, ചിലപ്പോ ഇതിന്റെ പേര് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഹെയിൻസ് ഡെലമ എന്നുള്ള പേര്, ഹെയിൻസിന്റെ പ്രതിസന്ധി എന്ന ഈ കഥയുടെ പേര് നിങ്ങൾ നോക്കി വെക്കുക. അല്ലാതെ കഥയെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അല്ലാതെ ഈ ഘട്ടങ്ങളായിട്ട് എടുത്തു ചോദിച്ചിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നില്ലേ, PDF-നകത്തുണ്ട്. 101 സെമസ്റ്റർ ഫസ്റ്റിലെ 72ാമത്തെ പേജിൽ ഒരു എന്റെ കിടപ്പുണ്ട്, ഒരു ടേബിൾ കിടപ്പുണ്ട്. അതേപോലെ അതിന്റെ ഫ്രണ്ടിലോട്ടായിട്ട് ഈ കഥയും അതിന്റെ വിശദീകരണങ്ങളും എല്ലാം കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക, ക്ലാസ് കഴിയുമ്പോൾ അതും കൂടെ വായിച്ചു നോക്കുക. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാ വേണ്ടത് അതും കൂടെ പറയൂ.